ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 10-ാം അധ്യായം. നാരദ ഉവാച ഭക്തിയോഗസ്യ തത്സർവം അന്തരായത ആർഭഗഃ അന്തരായതയാർഭഗഃ മന്യമാനോ ഹൃഷീകേശം സ്മയമാന ഉവാച. നാരദൻ പറയുകയാണ്, ഈ പത്താമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതിൻ്റെയും രുദ്രനെ അനുഗ്രഹിച്ച ചരിത്രത്തെയുമൊക്കെയാണ് പറയുന്നത്. ധർമാർത്ഥ കാമ സംബന്ധികളായ ആയിട്ടുള്ള ഏത് അനുഗ്രഹവും ഭഗവാനോടുള്ള പരമപ്രേമത്തിന് ലക്ഷണമായ ഭക്തി എന്നുള്ള കാര്യത്തിലാണ് ഭക്തിയോഗത്തിന് തടസ്സമായിരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന കൊച്ചുകുട്ടിയായ പ്രഹ്ലാദൻ വരം വാങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കൊരു വരവും വേണ്ട എന്നറിഞ്ഞിട്ടും അന്തര്യാമിയായ ഹരിയോട് മനസ്സിലുള്ള തൻ്റെ ആഗ്രഹത്തെ സ്പഷ്ടമായി പറഞ്ഞു കൊടുത്തു. പ്രഹ്ലാദ ഉവാച മാം പ്രലോഭയോത്പത്യാസക്തം കാമേഷു തൈർവരൈഃ യസ്സംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്വാമുപാശ്രിതഃ. പ്രഹ്ലാദൻ പറയുക, ജന്മന പ്രഹ്ലാദൻ വിഷയത്തിൽ വിരക്തനായിരുന്നെങ്കിലും ആസക്തനാണെന്ന് പറഞ്ഞത് ലോക സ്വഭാവത്തെയും സ്വന്തം വിനയത്തെയും, കാരണം ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ വലിയ കേമനാണോ എന്നല്ല പ്രഹ്ലാദൻ പറഞ്ഞത്. എനിക്ക് പ്രശ്നങ്ങളൊക്കെ, ഞാൻ സാധാരണ ഒരു ലൗകികനായ ഇതാണെന്ന് പറയുക, ലൗകികമായ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് തന്നെ സമ്മതിക്കുന്നത് കൊണ്ട് അതിവിനയത്തെയാണ് കാണിക്കുന്നത് അവിടെ. അസാമാന്യ ശക്തിയെയും ജാതിയുടെ അസുര സ്വഭാവത്തിൻ്റെ, അതാണല്ലോ ജാതി എന്ന് പറയുന്നത് ഇവിടെ, ആ രീതിയെയും പ്രകാശിപ്പിക്കുവാനാകുന്നുവെന്നും മനസ്സിലാക്കണം നമ്മൾ. അത്രയൊക്കെ ഉള്ളൂ. അതായത് വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഭൃത്യലക്ഷണ ജിജ്ഞാസുർഭക്തം കാമേഷ്വചോദയത് ഭവാൻ സംസാര ബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ. അങ്ങയുടെ ഭക്തനെ മോഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഭൃത്യനായിട്ടുള്ളവൻ കാമത്തോടു കൂടിയോ ആഗ്രഹത്തോടു കൂടിയോ അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെയോ എന്ന് പരീക്ഷിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ആവശ്യം എന്താ എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അത് ലോകത്തിൽ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത ഭക്തി, അതായത് ഒരു അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ഭക്തി എന്ന് പറയില്ലേ, നമുക്കൊരു ഇതുമില്ലാത്ത സ്നേഹം, ഭക്തി ഒക്കെ മോക്ഷം ആഗ്രഹിക്കുന്നവരെ വേണ്ടിയിട്ട് തന്നെ, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് അങ്ങനത്തെ ഭക്തി എന്ന്. അതായത് താൻ അതിന് അർഹനല്ല എന്ന് സ്വയം പറയുകയാണ്, അത്രയേ ഉള്ളൂ. നാന്യഥാദേഖില ഗുരോ ഘടേത കരുണാത്മനകായസ്താശിശാസ്തേ ന സഭൃത്യ സ വൈവണിക്ക്. അല്ലയോ അഖില ഗുരോ എന്നാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. നാന്യഥാതേ അഖില ഗുരോ, നാന്യഥാത അഖില ഗുരോ, അഖില ഗുരുവായിട്ടുള്ളവനെ അന്യഥാ വേറെ അങ്ങനെ അല്ലാഞ്ഞാൽ വേറെ കരുണാത്മനാ കരുണാപൂർണനായ നിന്തിരുവടിക്ക് അന്യഥാ തേ അഖില ഗുരു ഘടേത യോജിക്കയില്ല എന്ന് പറയാ. അങ്ങനെ അല്ലെങ്കിൽ എല്ലാവർക്കും ഹിതോപദേഷ്ടാവും എല്ലാവരുടെയും ഉള്ളിൽ പൂർണ്ണസ്വരൂപനായി കാരുണ്യസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന് ചേരുന്ന നല്ലത്. വരങ്ങൾ ആഗ്രഹിക്കുന്ന ഭൃത്യന്മാരും ഇല്ലയോ? വരം ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, വരം ആഗ്രഹിക്കുന്നവരാണല്ലോ കൂടുതൽ എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രഹ്ലാദൻ കേട്ടോ. അതങ്ങ് നമുക്ക് വായിച്ചു പോകാം. ആശാസാനോ നൈവ ഭൃത്യ സ്വാമിന്യാശിഷ ആത്മനഃ ന സ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛന്യോരാതിചാശിഷഃ. ആ സ്വാമിയിൽ നിന്ന് ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നവന് ഭൃത്യനിൽ നിന്ന് സ്വാമിഭാവത്തെ കിട്ടിയിട്ട് ആഗ്രഹിച്ച വസ്തുക്കളെ നൽകുന്നുവോ അവൻ സ്വാമിയുമല്ല. അതായത് പ്രഭുവിൽ നിന്ന് താൻ ചെയ്ത സേവ കൊണ്ട്, താൻ ചെയ്ത ജോലി കൊണ്ട് ഫലത്തെ ആഗ്രഹിക്കുന്ന ഭൃത്യന്മാരും, അങ്ങനെയാണല്ലോ ഭൃത്യന്മാരെല്ലാം ജോലി വഹിക്കുക ചെയ്യുന്നതിനാ, ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭൃത്യന്മാർക്ക് ഫലം ദാനം ചെയ്യുന്ന പ്രഭുക്കളും ലോകത്തിൽ കാണപ്പെടുന്നില്ലയോ? അല്ലാതെ വെറുതെ ഭൃത്യന്മാർക്ക് ദാനം ചെയ്യുന്ന
പ്രഭുക്കളെയും കാണാറുണ്ടല്ലോ. പ്രഹ്ലാദൻ ഭഗവാന്റെ രണ്ട് തരം ഇത്, കാരണം ആഗ്രഹിക്കുന്നവർക്കും കൊടുക്കും, ആഗ്രഹിക്കുന്നില്ലാത്തവർക്കും കൊടുക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അഹം ത്വാ കാമ തദ്ഭക്ത, അവിടെ നിർത്തണം കേട്ടോ. അവിടെ ഒരു ഇതുണ്ട്. അഹം ത്വകാമ തദ്ഭക്ത ത്വം ച സ്വാമി അനപാശ്രയ നാന്യദേഹാവയോരർത്ഥോ രാജസേവകയോരിവ. അഹം ത്വകാമ തദ്ഭക്ത, ആ സ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമായിരിക്കുമേ. അഹം ത്വകാമ തദ്ഭക്ത അവിടെ നിർത്തുക. പിന്നെ ത്വം ച സ്വാമ്യനപാശ്രയ, ഭക്ത കഴിഞ്ഞിട്ട് 8 അക്ഷരം അവിടെ നിർത്തണം. പിന്നെ അടുത്ത സേവും വെട്ടിക്കളഞ്ഞേരെ. ത്വം ച സ്വാമി അനപാശ്രയ നാന്യദേഹാവയോരർത്ഥോ രാജസേവകയോരിവ. ഞാനാണെങ്കിലോ എന്നാണ് പറയുന്നത്, യാതൊന്നും ആഗ്രഹിക്കാതിരിക്കുന്ന അങ്ങയുടെ ഭക്തനാണ്. നിന്തിരിവിടിയോ ഭക്തനെ കൊണ്ട് യാതൊരു കാര്യവും സാധിക്കാത്തതിനല്ലേ സ്വാമി. ഭഗവാനായിട്ട് ഭക്തനെ കൊണ്ടൊരു കാര്യം സാധിക്കാനില്ല. ഭഗവാൻ സ്വയം പര്യാപ്തനാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. അപ്പം അങ്ങനെയല്ലാത്ത ഈ ലോകത്തിലെ രാജാവിന് സേവനം തമ്മിലുള്ള അന്യോന്യ പ്രയോജനം ഒന്നും ഇങ്ങോട്ടും നമുക്ക് തമ്മിലില്ലെന്ന് ഒരു വലിയ ഒരു സന്ദേശമാണ് അതല്ലേ. പ്രഹ്ലാദനാണെങ്കിൽ ഒന്നും ആഗ്രഹമില്ല, ഭഗവാനാണെങ്കിലോ ഭൃത്യനെ കൊണ്ടൊരു പ്രയോജനവുമില്ല, ആവശ്യവുമില്ല. അപ്പോൾ അവിടെ ഭൃത്യഭാവവുമില്ല, സ്വാമിഭാവവുമില്ല അല്ലേ. സത്യമല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ ആ കാര്യം. ഭഗവാനോടുള്ള നമ്മുടെ സേവ എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പ്രത്യേകിച്ച് 2 കൂട്ടർക്കും ഒരാവശ്യമില്ലല്ലേ. പക്ഷേ നമ്മൾ ഉണ്ടെങ്കിലോ അതാണ് നിഷ്കാമ ഭക്തി. അത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞതാണ് നിഷ്കാമ ഭക്തി. വളരെ ഗഹനമായിട്ട് ആചാര്യന്മാർ 5-6-7 ദിവസം ഇരുന്ന് മെനക്കെട്ട് പറയുന്നത് ഇതാണ്, നിഷ്കാമ ഭക്തി. പ്രഹ്ലാദൻ ഈ ഒരു ശ്ലോകത്തിൽ അത് ചെറുതായിട്ടങ്ങ് പറഞ്ഞു വെച്ചു. എന്താ? ഭഗവാനെ കൊണ്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഭഗവാൻ എല്ലാം തരാൻ ശക്തനാണ്, പക്ഷേ എനിക്കൊന്നും വേണ്ടെങ്കിലോ? ഭക്തൻ്റെ ചോദ്യം. തിരിച്ച് ഭഗവാന്റെ അടുത്തോട്ട് ഭഗവാന്റെ സ്ഥാനത്ത് പ്രഹ്ലാദൻ എന്നോട് ചോദിക്കുക, അങ്ങയ്ക്ക് ഭൃത്യൻ്റെ ആവശ്യവുമില്ല, അങ്ങയ്ക്കെല്ലാം സ്വയമായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ്, എന്ത് കാര്യവും എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാനുള്ള ഒരാളിൻ്റെ സേവനം ആവശ്യമില്ലാത്ത ആളാണ് അങ്ങ്. എനിക്കാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വേണ്ടതാനും. അങ്ങനെയുള്ളൊരു അപ്പം നമുക്ക് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ബന്ധത്തിനെയാണ് ഭക്തി, നിസ്വാർത്ഥ സ്നേഹം. യതിരാശീശമേ കാമാൻ വരാം സ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വൃണേപരം. എന്നാലും ഉദാരനായ എൻ്റെ ആ സന്തോഷം കൊണ്ട് നീ വല്ലതും സ്വീകരിക്കുക, നീ എന്നാലും പരമോദാരനായ എൻ്റെ സന്തോഷാർത്ഥം എന്നിൽ നിന്നും വല്ലതും സ്വീകരിക്കുക എന്നുള്ള അഭിപ്രായം അറിഞ്ഞു പറയുന്നു ഭഗവാൻ. എനിക്ക് എന്തെങ്കിലും നിനക്ക് തരണമല്ലോ എന്ന്. ആ വരദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാനെ അങ്ങ് ഞാൻ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകുവാൻ കരുണ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ, അതാ പറഞ്ഞ, എൻ്റെ ഹൃദയത്തിലുള്ള ആകുന്ന ബീജങ്ങൾ, ആഗ്രഹമായ അണുവായിട്ട് ചെറിയ കാമനകൾ, ആഗ്രഹങ്ങൾ, അതിനെ അങ്കുരാവസ്ഥയിൽ, അതായത് മുളയ്ക്കുമ്പോൾ തന്നെ അത് ഇല്ലാതെ ദഹിപ്പിച്ച് കളയുക. അത് മാത്രം മതി എനിക്ക്, ആ അനുഗ്രഹം മാത്രം മതി എന്ന് പറയുന്നു. കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വരണേവരം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോ ധൃതിർമതി ഹ്രീ ശ്രീസ്തേജസ്മൃതി സത്യം യസ്യ നശ്യന്തി ജന്മന. ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോ ധൃതിർമതി ഹ്രീ ശ്രീസ്തേജസ്മൃതി സത്യം യസ്യ നശ്യന്തി ജന്മന. സത്യം വരെ വേണം അക്ഷരമാകണമെങ്കിൽ. അതുകൊണ്ട് ഹൃദയത്തിൽ എന്തെങ്കിലും ആഗ്രഹം തുടങ്ങിയാലുണ്ടാകുന്ന ദോഷം പറയുന്നു. ആഗ്രഹത്തിൻ്റെ മുള പൊട്ടുന്ന സമയത്ത് ഇന്ദ്രിയാദികൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറേശ്ശെ അതിനോട് ആഗ്രഹം തോന്നി അല്ലേ. കണ്ണുകൊണ്ട് കാണുന്നതിനെ എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മൂക്കുകൊണ്ട് ഇങ്ങനെ മണം ആസ്വദിക്കുന്നു, ആ മണമുള്ള വസ്തുവിനെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്. അതിനെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞുള്ളൂ. വിമുഞ്ചന്തിയതാ കാമാൻ മാനവോ മനസ്സി സ്ഥിതാൻ തർഹ്യേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ
അതുപോലെ കാമഭാവത്തിലും അതിൻ്റെ ഒരു ഗുണവും പറയുന്നു. അല്ലയോ പുണ്ടരീകാക്ഷ എന്ന് പറഞ്ഞ ഭഗവാനെ, മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളെ മനുഷ്യൻ എപ്പോൾ നിശേഷം വിട്ടുകളയാൻ ശക്തനായി തീരുന്നുവോ, അപ്പോൾ ഭഗവാനായ അങ്ങയെപ്പോലെ ജ്ഞാനം കൊണ്ടും ആനന്ദാദികളെ അനുഭവിക്കാൻ അർഹരായിട്ട് വരും. ആ അവസ്ഥയിലെത്തുന്നവൻ പിന്നെ അങ്ങയുടെ ആ കരുണാകടാക്ഷം തന്നെ വേണം. ആ സ്ഥലത്ത് എത്തുന്നതിന് അങ്ങയുടെ കരുണ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് തലകുത്തി നിന്നാലും എന്തൊക്കെ നമ്മൾ കാണിച്ചാലും ആ ഒരു ഇത് വരുന്നില്ല, ഉണ്ടാകുന്നില്ലാത്തതിൻ്റെ ഞാൻ ഉൾപ്പെടെയുള്ളവരെപ്പോഴും പറയും, എത്രയോ പേര് എല്ലാവരുണ്ട്, അവർക്ക് ആർക്കും ഇത് പഠിക്കണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ അനുഗ്രഹമില്ലാഞ്ഞതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആരുടെയും സമയക്കുറവോ ഒന്നുമല്ല, അതിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ അറിയണമെങ്കിൽ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ഇതിനെക്കുറിച്ച് അന്യോന്യം പറയണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ഭഗവാന്റെ ആത്മീയത എന്ന് നമ്മൾ പറയാറില്ലേ, ആധ്യാത്മിക വിചാരം ചെയ്യണമെങ്കിൽ അത് ഭഗവാന്റെ ഒരു കനിഞ്ഞ അനുഗ്രഹം തരണം. അത് വളരെ വളരെ കുറവാണ് തരുന്നത്, വളരെ എണ്ണം കുറവാണ്. പക്ഷേ ബാക്കിയുള്ള മേഖലകളിലൊക്കെ നോക്കൂ, എത്ര ആളുകളാണ് ഉള്ളത്. പക്ഷേ ഈ മേഖലയിൽ തുടർന്ന് ഇപ്പം നമ്മൾ ഇത്രയും ഈ ആൾക്കാരുടെ ഇടയിലുണ്ട്, എത്ര ചെറിയ ഒരു ഗ്രൂപ്പാണ്, ഇത്രയും വർഷം കൊണ്ട് വളരാതെ വളരെ ചെറുതായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. ആളുകൾ കൂടി വന്നുകൊണ്ടിരിക്കും, പിന്നെ ഒരു ലക്ഷക്കണക്കിനാകും, അങ്ങനെയാണ്. പക്ഷേ നാരായണീയം വായിക്കാൻ പോകാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നമ്മളവിടെ പ്രദർശിപ്പിക്കാനായിട്ട്, ഒന്നെങ്കിൽ വേറെ ആരെയും കാണിക്കാനല്ല, നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി തന്നെ. പക്ഷേ അതിൻ്റെ ഒരു ബലം, അത് ചെയ്യുക എന്നുള്ളതിന് അവിടെ ബലം വരുന്നത് അല്ലേ. അതൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുക എന്നുള്ളിടത്ത് അവനവൻ്റെ കാര്യങ്ങളിൽ ആ ഒരു നിഷ്ഠയോടെ ഉള്ള ഭക്തർ എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ച് ഭഗവാനെ എപ്പോഴും സേവിക്കുക, ഭഗവാനെ മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അകത്തെപ്പോഴും ഇരിക്കുന്നുണ്ടെന്നുള്ള അതിനെ നമ്മൾ വിടാതെ എപ്പോഴും മനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിലിരിക്കുന്നു ഭഗവാൻ ഇരിക്കുന്നു, അല്ലെ എന്നിൽ ആ സാമീപ്യമുണ്ട്, ഭഗവാന്റെ സാമീപ്യം എൻ്റെ അടുത്ത് തന്നെയുണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഓരോ വാക്കുകളും വെളിയിലോട്ട് വരുന്നവർ ഇത്ര പേരുണ്ടോ? ഇല്ല, ഉണ്ടാവാനേ വഴിയില്ല. ഇത് എന്നാൽ ഭഗവാനെക്കുറിച്ചൊന്നും അറിയാം, ഇതൊക്കെ എന്നതാണെന്ന്, ഇതൊക്കെ ഈ ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ അതും അറിയാനും താല്പര്യക്കുറവ് ആളുകൾക്ക്. അല്ലാതെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ചാൻറ്റിങ് ഒത്തിരി പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. ആ നാരായണീയം വായിക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരെ നോക്കുകയോ, അവർ ആ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം പോലും എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും ഓർക്കുന്നില്ല. ശിഖരണി വൃത്തത്തിലുള്ളത് ഇങ്ങനെ വായിക്കണം, ശാർദൂല വിക്രീഡിതം ഇങ്ങനെ വായിക്കണം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആ വാക്കുകൾ തെറ്റാതെ ഉച്ചരിക്കാൻ പഠിക്കുന്നതെന്നല്ലാതെ ഗഹനമായി അതിനകത്തോട്ട് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നേ ഇല്ല. ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ ഇത് പിന്നെ വേണ്ട എന്ന് തോന്നും. പക്ഷേ വേണം, കാരണം എന്ന് വെച്ചാൽ അടുത്ത തലമുറകൾക്ക് ഇത് നമ്മൾ കൈമാറി കൊടുക്കണം. അതുതന്നെ വിമുഞ്ചതി യഥാകാമാൻ മാനവോ മനസ്സി സ്ഥിതാൻ തർഹ്യേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരേദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. പ്രഹ്ലാദൻ്റെ നിഷ്കാമ ഭക്തിയാൽ പരമപ്രീതനായ ഭഗവാൻ വിഷയസുഖങ്ങളെ നൽകാൻ ഭാവിക്കുമ്പോൾ വേണ്ട എന്ന് പ്രഹ്ലാദൻ തടുത്തു. ഭഗവാനെ നമസ്കരിക്കുന്നു. എല്ലാ സർവഭൂതങ്ങളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന ഭക്തന്മാരുടെ സകല ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്ന, ഭക്തന്മാരെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എന്തെങ്കിലും നമുക്കൊരു രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുമ്പം പലരും ചോദിക്കും ഞങ്ങളെ എന്താ രക്ഷിക്കാത്തതെന്ന്. അതെന്തോ ഒരു രക്ഷിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിലുള്ള രക്ഷയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ ഒരു ദുഃഖം തരുന്നത്. ദുഃഖം എന്ന് നമുക്ക് തോന്നുന്നത് തരുന്നത്. അത് വളരെ ഒരു ട്വിസ്റ്റുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾക്കും നമ്മളെ സമീപത്തുള്ള ആളുകൾക്കും ഒരു ദുഃഖമാണെന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് സമ്മാനിച്ചെങ്കിൽ, നമുക്ക് തന്നെങ്കിൽ, അത് ഭഗവാൻ നമ്മളെ എന്തിനും നിന്നോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതോ നമ്മളുടെ ഒരു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോർക്കുക. എല്ലാം നല്ലതിന് എന്ന് പറയല്ലേ. ചിലപ്പോൾ നമുക്ക് കുറേ നാൾ ഒരു ദുഃഖത്തിൻ്റെ ആഴത്തിലുള്ളൊരു ദുഃഖം ഉണ്ടായി കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആ ദുഃഖം ഉണ്ടായത്
അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വരുത്തി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അന്ന് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്ന്, അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് എന്ത് കാര്യം ഭഗവാൻ തരുന്നതും ദുഃഖം തരുന്നതും നമ്മെ രക്ഷിക്കാനാണെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ച് വിശ്വസിക്കുക. അതായത് കുറച്ചല്ല, ഉറച്ച് വിശ്വസിക്കുക. ഇതിനകത്ത് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട് ഈ ആൾ നമ്മുടെ ഭാവിയിൽ, എന്തെങ്കിലും പദ്ധതി. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം ഇപ്പോൾ തന്നത് എന്ന് നമുക്ക് തോന്നിക്കുകയാണെങ്കിൽ നമ്മുടെ ദുഃഖം പകുതി മാറും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നൃസിംഹ ഉവാച, ഭഗവാൻ ഉവാചയല്ല, നൃസിംഹ രൂപത്തിലിരുന്നു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നൃസിംഹ ഉവാച നൈകാന്തിനോ മേ മയി ജാത്വിഹാശിഷ ആശാസദേ മുത്ര ചയേ ഭവദ്വിധ അഥാപി മന്വന്തരമേതത്ര ദൈത്യേശ്വരാണാമനുഭുങ്ക്ഷ്വഭോഗാൻ. നൈകാന്തിനോ മേ മയി ജാത്വിഹാശിഷ ആശാസദേ മുത്ര ച യേ ഭവദ്വിധ അഥാപി മന്വന്തരമേതത്ര ദൈത്യേശ്വരാണാം അനുഭുങ്ക്ഷ്വഭോഗാൻ. ഏകാന്തികളായ ഭഗവാൻ പറയുക, നീ മാത്രമല്ല ഈ പരമപ്രേമ ലക്ഷണമായ നിർവ്യാജമായ ഒന്നും വേണമെന്നില്ല, ഒരു ഇത് അൺകണ്ടീഷണൽ, ആ വാക്കാണ് എനിക്ക് കിട്ടുന്നത്. ആ അൺകണ്ടീഷണലായിട്ടുള്ള ഭക്തി ഉള്ള നിന്നെപ്പോലെയുള്ള ഒരു കണ്ടീഷനും ഇല്ല ഇതിനകത്ത്. ഇന്നതൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ഇന്ന സമ്മതം വേണോ, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള ആരുടെയും അവിടെ ഒരു നിയമങ്ങളൊന്നുമില്ല. നിർവ്യാജമായ ഭക്തി നിന്നെപ്പോലെയുള്ളവരാരും ഈ ലോകത്തിലും പരലോകത്തിലും എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ആജ്ഞയെ നീ പരിപാലിക്കേണ്ടത് നിൻ്റെ ധർമ്മമാണ്. ഞാൻ ആജ്ഞാപിച്ചാൽ നീ പരിപാലിക്കുക എന്നുള്ളത് നിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് മന്വന്തര കാലം കഴിയുന്നത് വരെ ഈ ലോകത്തിൽ അസുരാധിപത്യത്തെ അംഗീകരിച്ചിട്ട് ഈ സ്ഥാനത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഭോഗങ്ങൾ അനുഭവിച്ചു കൊള്ളുക. നീ ഇവിടെ തന്നെ രാജാവായിട്ടിരുന്നോളൂ. അത് കഴിയുമ്പോൾ നിൻ്റെ പിന്നത്തെ തലമുറ വരുമ്പോൾ അതിൻ്റെ ബാക്കി പറയാം എന്ന് പറയുക. കഥാമതീയ ജുഷമാണ പ്രിയാസ്ത്വം ആവേശ്യ മാമാത്മനി സന്തമേകം സർവേഷു ഭൂതേഷ്വധിയജ്ഞമീശം യജസ്വ യോഗേന ച കർമ്മഹിന്വൻ. കഥാമതീയാജുഷമാണ പ്രിയാസ്ത്വം നാക്കുക. പിന്നെ ആവേശ്യ മാം ആത്മനി സന്തമേകം സർവേഷു ഭൂതേഷു അധിയജ്ഞമീശം യജസ്വ യോഗേന ച കർമ്മഹിന്വൻ. അതുകൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്ന കർമ്മം ഒരു ബന്ധത്തിനും കാരണമാകുന്നില്ല എന്ന വാക്യത്തോടെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചിരുന്നു, അല്ലേ? ഇത് ഈ ഈശ്വരനെ അർപ്പിച്ചാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ കർമ്മമായിട്ട് വരില്ല. അങ്ങനെ നീ ചെയ്തോളാനായിട്ട് ആ കാര്യം പറയുക ഒന്നുകൂടെ. എനിക്ക് അർപ്പിച്ച് നീ കർമ്മം ചെയ്യുക എന്ന്. അപ്പം നിൻ്റേത് കർമ്മബന്ധം നിനക്കുണ്ടാവുകയില്ല. അതാണല്ലോ പ്രഹ്ലാദൻ ആഗ്രഹിച്ചത്. ഈ കർമ്മം ചെയ്യുമ്പോഴും അതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നീ കർമ്മം ചെയ്യുന്നത് എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്തുകൊള്ളുക. അപ്പം നിനക്കൊരു കർമ്മബന്ധം ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ നിനക്ക് കർമ്മബന്ധം ഉണ്ടാകും. കാരണം ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ആ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഫലം ആഗ്രഹിക്കും. ആ ഫലം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ സങ്കടമാകും. അപ്പോൾ അത് ഭഗവാന്റെ കർമ്മം ചെയ്യുന്ന ഭഗവാന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്നും വേണ്ടല്ലോ, നിനക്ക് ഭഗവാനിൽ നിന്നൊന്നും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അപ്പം നീ ബദ്ധനാവുകയില്ല. അല്ലെങ്കിൽ നീ ബദ്ധനാവും, കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. ഭോഗേന പുണ്യം കുശലേന പാപം കളേബരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം പിതായ മാമേഷ്യസി മുക്തബന്ധഃ. അത് സുഖാനുഭവം കൊണ്ട് പ്രാരബ്ധരൂപത്തെയുമായ പുണ്യത്തെയും അതുപോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് പാപത്തെയും കാലവേഗത്താൽ ശരീരത്തെയും ക്രമത്തിൽ ഉപേക്ഷിക്കും, അല്ലേ? ഇതെല്ലാം ഉണ്ടാവും. ദേവലോകത്തിൽ ഗാനം ചെയ്യപ്പെടുവാൻ യോഗ്യമായ ആ കീർത്തിയെ ഈ ലോകത്തിൽ വിസ്തരിക്കുകയും ചെയ്തിട്ട് എല്ലാ ബന്ധനത്തിൽ നിന്നും നീ മുക്തനായി എന്നെ പ്രാപിക്കുകയും ചെയ്യുമെന്നൊരു അനുഗ്രഹം കൊടുത്തു. അതായത് പുണ്യാചരണം കൊണ്ട് പാപത്തെ നശിപ്പിച്ചിട്ട് അങ്ങനൊരു ഇതുണ്ടല്ലോ. ചെയ്യുന്നത് കൊണ്ട് പ്രാരബ്ധരൂപമായ പാപം, ആ പ്രാരബ്ധമാണ് പാപം, ആ പാപത്തെ നീ ഇല്ലാതാക്കും. അതാണ് പറഞ്ഞത്. യേതത് കീർത്തയേൻ മഹ്യം ത്വയാ ഗീതമിദം നരഃ ത്വാം ച മാം ച സ്മരൻ കാലേ കർമ്മബന്ധാത് പ്രമുച്യതേ
ത്വാം ച മാം ച രണ്ടുണ്ട് കേട്ടോ. സ്മരൻ കാലേ അവിടെ വരെ. യ ഏതത് കീർത്തയേൻ മഹ്യം ത്വയാ ഗീതമിതം നരഹ ത്വം ച മാം ച സ്മരൻ കാലേ കർമ്മബന്ധാത് പ്രമുച്യതേ. അത് ആരാണോ രാവിലെ തന്നെ ഏതത് കീർത്തയേൻ മഹ്യം, ആരാണോ പ്രാതകാലത്തിലെ എന്നെയും നിന്നെയും സ്മരിച്ചുകൊണ്ട് ഈ നിന്നാൽ ചെയ്യപ്പെട്ട ഗാനം, പ്രഹ്ലാദ സ്തുതിയെക്കുറിച്ചാണ് പറയുന്നത്, ഈ സ്തോത്രം കീർത്തിക്കുന്നോ ആ പുരുഷന് കർമ്മത്തിൽ നിന്ന് വിമുക്തനായി വരും. നീ മുക്തനാകുമെന്ന് പിന്നെ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ എന്ന്. പ്രഹ്ലാദ ഉവാച, പ്രഹ്ലാദൻ തിരിച്ചു പറയുക ഭഗവാനോട്, വരം വരയേതത്തെ വരദേശാൻ മഹേശ്വര യദനിന്ദത് പിതാമേ ത്വാം. അവിടെ നിർത്തുക. ആ വിദ്വാൻ തേജ ഐശ്വര്യം, ആ ലൈനൊന്ന് ശ്രദ്ധിക്കണം. യത് അനിന്ദത് ഒന്ന്. പിന്നെ പിതാമേ ത്വാം അവിദ്വാൻ തേജ ഐശ്വര്യം, വാക്കുകൾ അങ്ങനെയാണ്. പിന്നെ വിദ്ധാമർഷാശയ സാക്ഷാത് വിദ്ധാമർഷാശയ സാക്ഷാത് സർവലോക ഗുരും പ്രഭും ഭ്രാതൃഹേതി മൃഷാ ദൃഷ്ടി തദ്ഭക്തേ മയി ച അഖവാൻ. പിന്നെ തസ്മാത് പിതാമേ പൂയേത ദുരന്താത് ദുസ്തരാത് അഘാത്. മൂന്നെണ്ണമാണ്. ദുരന്താത് ദുസ്തരാത് അഘാത്. അതാണ് ദുരന്താത് ദുസ്തരാത് അഘാത്. പൂതസ്തേ പാംഗ സന്ദൃഷ്ട തഥാ കൃപണവത്സലാം. ദുസ്തരാത് കടക്കാൻ കഴിയാത്തത്. ദുസ്തരം നമ്മൾ പറയില്ല, അയ്യോ ഭയങ്കര ദുസ്തരം, അതൊന്ന് കടന്നുകൂടാൻ, അതിനെ പറഞ്ഞത് കടക്കാൻ പ്രയാസമുള്ളത്. തസ്മാത് അഘാത് പാപത്തിൽ നിന്ന്, അഖം പാപത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പൂയേത ശുദ്ധനാകണം. അതുകൊണ്ട് കൃപണവത്സലാം ദീനവത്സലാം അപാംഗ സന്ദൃഷ്ട, അങ്ങയുടെ കടക്കണ്ണിനാൽ കടക്കണ്ണ് കൊണ്ടൊരു നോട്ടം മതിയല്ലോ. അപ്പോൾ ഞാൻ പരിശുദ്ധനായി തീർന്നു. പൂതം ശുദ്ധം, പൂതന ശുദ്ധയല്ലാത്തവൾ എന്നുള്ളതാണ്. പൂതന എന്ന് പേര് വന്ന കേട്ടോ. നമ്മുടെ പൂതനയില്ലേ, ഭഗവാനെ കൊല്ലാൻ ചെന്ന പൂതന, അതൊരു വാക്ക്, വെറുതെ ഒരു ആളിൻ്റെ പേരല്ല. ആ പേരിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. പൂത ശുദ്ധം എന്നാണ്. പൂത അല്ലാത്ത അല്ലാത്തത്, പൂത അല്ലാത്തത്, ശുദ്ധമല്ലാത്തത്. ആ വിഷം പുരട്ടിയാലുള്ളത് ശുദ്ധമാണോ? അല്ല. അതാ ആ പൂതനയ്ക്ക് മോക്ഷം, ആ ശുദ്ധമല്ലാത്തവൾക്ക് മോക്ഷം കൊടുത്തു. ആ മോക്ഷം അതുകൊണ്ട് തന്നെ പൂതനാമോക്ഷമൊക്കെ നമ്മൾ ഈ കഥ പോലെ കൃഷ്ണൻ പിന്നെ പാല് കുടിപ്പിക്കാൻ ചെന്ന പൂതന, അത് നമ്മളെ തന്നെ ഇത് പറയുന്നതേ. അതൊക്കെ അങ്ങനെ ആധ്യാത്മിക ആചാര്യന്മാർ പേരുകൾ വെറുതെ വെച്ചിരിക്കുന്നില്ല. എല്ലാ പേരുകൾക്കും, ഭാഗവതത്തിലും മഹാഭാരതത്തിലുമുള്ള പേരുകൾക്കെല്ലാം ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൻ്റെ വ്യാപ്തി വളരെ വളരെ കൂടുതൽ. ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓരോ വാക്കുകളും ഓരോ വ്യാസുരന്മാരുടെ പേരുകളൊക്കെ ഇട്ടിരിക്കുന്ന അത്ര ചിന്തിച്ചാണ് വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർത്താകട്ടോ, പൂത പരിശുദ്ധനായത്. ഞാൻ എപ്പോഴും പരിശുദ്ധനായി അങ്ങ് ഭഗവാന്റെ ആജ്ഞയാൽ ഈ കർമ്മത്തിൻ്റെ അധികാരം, അതായത് കർമ്മത്തിൻ്റെ ബന്ധത്തെ ഇല്ലാതാക്കിയ പ്രഹ്ലാദൻ പിതാവ് ചെയ്ത പാപത്തിനൊരു പരിഹാരം പറയുന്നു. പരിഹാരം ചോദിക്കുന്നു ഭഗവാനോട്. ഇതൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് എൻ്റെ പിതാവിനോട് ദേഷ്യം തോരരുത്, അങ്ങ് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണമെന്ന് പറയും. അപ്പം മോക്ഷം കിട്ടിയല്ലോ. എന്താണെന്ന് വെച്ചാൽ ഭഗവാനാൽ കൊല്ലപ്പെട്ടപ്പോൾ മോക്ഷം കിട്ടി. ആരാണിവർ? ജയവിജയന്മാരാണ്. ഭഗവാന്റെ പാർഷദന്മാർ തന്നെ സനൽകുമാരാദികളുടെ ശാപം കൊണ്ട് ഭൂമിയിൽ വന്ന് പിറന്നവരാണ്. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഇത് തീർന്നല്ലോ 17 വരെയുള്ളത്. ശ്രീഭഗവാനുവാച ത്രിസപ്തഭിപ്പിത പൂതഃ പിതൃഭി സഹതേ നഖ യത് സാധോസ്യ ഗൃഹേ ജാതോ ഭവാൻ വൈ കുലപാവനഃ. അതായത് യാതൊരു ദോഷവും ഇല്ലാതിരിക്കുന്ന അല്ലയോ സാധുവായ പ്രഹ്ലാദ, നിൻ്റെ പിതാവ് മാത്രമല്ല, നിൻ്റെ കുലത്തിൽ 7 തലമുറ, ത്രിസപ്തഭി 21 തലമുറ, 7 തലമുറയല്ലേ, ത്രിസപ്തഭിയ 7 തലമുറ ഇതിൽ ജനിച്ചിട്ടുള്ള പിതൃക്കളെല്ലാം ശുദ്ധമായിരിക്കുന്നു. വംശപരിശുദ്ധി വരുത്തുവാൻ മതിയായി ഒരാൾ ആ കുലത്തിൽ ജനിച്ചാൽ മതിയെന്നാണ്. അപ്പോൾ അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. കുലത്തിൽ ഒന്ന് ജനിച്ചാൽ മതി. അപ്പോൾ അത് നിൻ്റെ കുലം 21 തലമുറ പൂതമായി എന്ന് വെച്ചാൽ പരിശുദ്ധമായി.
പൂർവ്വകൽപ്പത്തിലുണ്ടായിരുന്നവർക്ക് കൂടി പരിശുദ്ധരായിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര എത്ര ച മദ്ഭക്ത പ്രശാന്ത സമദർശിനഃ സാധവ സാധവ സമുദാചാരാഹ. അവിടെ നിർത്തുക. പിന്നെ തേ പൂയന്ത്യപി കീകടാഹ. തേ പൂയന്ത്യപി കീകടാഹ. സമദർശിയായിട്ടിരിക്കുന്നവനും ശാന്തന്മാരും എന്നെ ദർശിക്കുന്നവരും അതുപോലെ ശോഭനമായ സമുദാചാര നല്ല ആചാരങ്ങളോട് കൂടിയവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരം സാധവഹ എന്നുവെച്ചാൽ പരോപകാരം ചെയ്യുന്നവരുമായ എൻ്റെ ഭക്തന്മാർ മദ്ഭക്ത എവിടെയുണ്ടോ ആ ദേശങ്ങൾ കീകട ദേശങ്ങളായിരുന്നാൽ കൂടി, കാരണം ദാരിദ്ര്യവും ഒട്ടും സംസ്കാരമില്ലാത്തവർ താമസിക്കുന്നതൊക്കെ സ്ഥലങ്ങളായിരിക്കും. അവിടെയൊക്കെ ശുദ്ധമാകുന്നു. ഒരാളുണ്ടായാൽ മതിയെന്നാണ് പറയുന്നത്. ആ സ്ഥലം എല്ലാം ശുദ്ധമായി തീരും. സർവാത്മന നഹിംസന്തി ഭൂതഗ്രാമേഷു കിഞ്ചന ഉച്ചാവചേഷു ദൈത്യേന്ദ്ര മദ്ഭാവേന ഗതസ്പൃഹ. അതുകൊണ്ട് മഹിമയുള്ളതിൽ അത് എന്നെ ഉപസംഹരിക്കുന്ന ആ വാക്ക് ഭഗവാൻ ഉപസംഹരിക്കാൻ പോകുന്നതിനായിട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സർവാത്മന നഹിംസന്തി ഭൂതഗ്രാമേഷു കിഞ്ചന ഉച്ചാവചേഷു ദൈത്യേന്ദ്ര മദ്ഭാവേന ഗതസ്പൃഹ. സർവാത്മാവായ എന്നിൽ സ്നേഹം തോന്നിയിട്ട് ഗതസ്പൃഹ ആഗ്രഹമില്ലാത്തവരായ അവർ ദൈത്യേന്ദ്ര അല്ലേ അസുരശ്രേഷ്ഠ ഉത്കൃഷ്ട നികൃഷ്ടങ്ങളായ ഭൂതസമൂഹങ്ങളിലൊന്നും ഭൂതഗ്രാമേഷു അവിടെ ഒന്നിനെയും സർവാത്മന യാതൊരു ഭാവം കൊണ്ടും ഒന്നിനെയും ഹിംസിക്കുന്നില്ല, ഇല്ലാതാക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഭവന്തി പുരുഷാലോകേ മദ്ഭക്താസ്ത്വാം അനുബ്രതാഹ ഭവാൻ മേ ഖലു ഭക്താനാം സർവേഷാം പ്രതിരൂപധൃക്. ഭവന്തി പുരുഷാലോകേ മദ്ഭക്താസ്ത്വാം അനുബ്രതാഹ. മദ്ഭക്ത എൻ്റെ ഭക്തന്മാരായി ഭവിക്കുന്നു. ഭവാനാകട്ടെ ഭക്തന്മാരുടെയും പ്രതിരൂപധൃക് ഉപമാനഭാവത്തെ ഒരു പ്രതിരൂപമായിട്ട് ഭവിക്കുന്നു അങ്ങ് ഭക്തന്മാരുടെ. കുരുത്വം അതൊന്നും സംശയമില്ലല്ലോ. മദ്ഭക്താസ്ത്വാം അനുബ്രതാഹ മദ്ഭക്താസ്ത്വാം അനുബ്രതാഹ എന്നെ അനുസരിക്കുന്ന അനുസരിക്കുന്ന. കുരുത്വം പ്രേതകാര്യാണി പിതുപൂതസ്യ സർവശഃ മദംഗസ്പർശനേനാംഗ ലോകാന്യാസ്യതി സുപ്രജാഹ. മദംഗ സ്പർശനേനാംഗ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം വായിക്കുമ്പോൾ. മദംഗ സ്പർശനേനാംഗ എൻ്റെ അംഗം കൊണ്ട് എൻ്റെ ശരീരത്തിലെ ഒരു അംഗം കൊണ്ട് തൊട്ടത് എൻ്റെ കൈകൾ അംഗസ്പർശത്താൽ തന്നെ പിതുപൂതസ്യ സർവശഃ അംഗം കൊണ്ട് തൊട്ടത് കൊണ്ട് തന്നെ സകല വിധത്തിലും പരിശുദ്ധനായ പിതാവ്. ഹിരണ്യകശിപുവിനെ കൊന്നത് മടിയിൽ വെച്ചാണല്ലോ. ഭഗവാന്റെ ഒരായുധം കൊണ്ട് പോലുമില്ല, ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാനിടയായ ഭക്തനാണ് ഹിരണ്യകശിപു. പിതാവിൻ്റെ പ്രേതകാര്യങ്ങൾ, അതായത് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുക. പരിശുദ്ധികരനായ അങ്ങ് പുത്രനോട് കൂടിയ നിൻ്റെ പിതാവ് പുണ്യലോകത്തെ നീ പുത്രനും ഉള്ളവനാ. അങ്ങ് ആ ഹിരണ്യകശിപുവിന് പുത്രനുണ്ടല്ലോ, പ്രഹ്ലാദൻ. അതിത്രയും പരമഭക്തനായ പ്രഹ്ലാദൻ പുത്രനായപ്പോൾ തന്നെ അദ്ദേഹം പൂതനായി. അപ്പോൾ ആ പിതൃകർമ്മങ്ങളൊക്കെ നിന്നാൽ അങ്ങ് അദ്ദേഹത്തിന് ചെയ്യുക. നിന്നാൽ ചെയ്യപ്പെട്ട ആ ആൾ തീർച്ചയായിട്ടും സ്വർഗം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിത്ര്യം ച സ്ഥാനമാതിഷ്ഠ യഥോക്തം ബ്രഹ്മവാദിഭിഃ മയ്യാവേശ്യ മനസ്താത കുരു കർമാണി മത്പരഃ. ആ പിതാവിൻ്റെ സ്ഥാനമായ ആ അസുരാധിപത്യത്തെ, പിതാവ് അസുരൻ്റെ അധിപതിയായിരുന്നു, നീ ആ ആധിപത്യത്തെ വഹിക്കുക. അല്ലയോ വത്സ, മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിക്കുക. നിൻ്റെ പ്രാപ്യസ്ഥാനം ഞാൻ തന്നെ എന്നുറച്ച്, നിനക്ക് എത്തേണ്ടത് എന്നിൽ തന്നെയാണെന്ന് ഉറച്ച് വേദജ്ഞന്മാർ ഉപദേശിക്കുന്ന അതിനെ അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അറിയാവുന്നവർ നേരാവണ്ണം നടക്കുന്നവർ പറയുന്നതൊക്കെ കേട്ട് നീ അതൊക്കെ ചെയ്യുക. നീ തീർച്ചയായിട്ടും നിനക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകും. ഇത് ഇച്ചിരി വലിയ അധ്യായമാണ്. അപ്പം 20 ആയി നമ്മളല്ലേ, ഇച്ചിരി കൂടുതലുണ്ട്. ഞാൻ നോക്കിക്കോട്ടെ എത്രയുണ്ടെന്ന്.
71 ഉണ്ട്. അപ്പോൾ ഇതൊരു 5 കൂടെ 25 കാണിച്ച് നിർത്താം. നാരദ ഉവാച 26 വെച്ച് നിർത്താം. പ്രഹ്ലാദോപി തഥാ ചക്രേ പിതുര്യ സാമ്പരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദ്വിജോത്തമൈഃ. പ്രഹ്ലാദോപി തഥാ ചക്രേ പിതുര്യത് സാമ്പരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദ്വിജോത്തമൈഃ. യുധിഷ്ഠിരനോട് പറയുക നാരദർ കഥ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. യുധിഷ്ഠിരരും നാരദരും തമ്മിലുള്ള സംവാദമായത്. യുധിഷ്ഠിര രാജാവെ, പിതാവിനെ ഉദ്ദേശിച്ച് ചെയ്യേണ്ട പ്രേതകർമ്മം പ്രഹ്ലാദൻ ചെയ്തു. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പ്രഹ്ലാദനെ ദൈത്യരാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാനിൽ ഭക്തി ഉറപ്പിച്ച് രാജ്യം ഭരിച്ചു തുടങ്ങി. പ്രസാദസുമുഖം ദൃഷ്ട്വാ ബ്രഹ്മാ നരഹരിം ഹരിം സ്തുത്വാ വാഗ്ഭി പവിത്രാഭി പ്രാഹദേവാദിഭിർവൃതഃ. പ്രസാദസുമുഖം ദൃഷ്ട്വാ ബ്രഹ്മാ നരഹരിം ഹരിം സ്തുത്വാ വാഗ്ഭി പവിത്രാഭിഃ പ്രാഹദേവാദിഭിർവൃതഃ. ഭഗവാൻ ഹരി ഇപ്പോൾ പ്രസാദം സൂചിപ്പിക്കുന്ന മുഖത്തിൻ്റെ ആ ശോഭയോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ദേവന്മാരെല്ലാവരും ബ്രഹ്മ ഉൾപ്പെടെയുള്ളവർ അതിനെ വർണ്ണിച്ചുകൊണ്ട് വാക്കുകളാൽ ഒരുപാട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഇനി അവരുടെ അവരോരോരുത്തർ പറയുന്നു. ബ്രഹ്മാവ് പറയുക ഇത് ഹരി ഓം.